കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ആദിവാസി ഉന്നതിയിൽ പഞ്ചായത്ത് അംഗത്തിനും മകനും ഉൾപ്പെടെ 5 പേർക്ക് നേരെ ആക്രമണം. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പോലീസിനും എക്സൈസിനും പരാതി നൽകിയതിനുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. കുട്ടമ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ പിണവൂർക്കുടി ആദിവാസി ഉന്നതിയിൽ പഞ്ചായത്ത് അംഗത്തിനും മകനും ഉൾപ്പെടെ 5 പേർക്ക് നേരെ ആക്രമണം. 3 പേർക്കെതിരെ കേസെടുത്തു. ഒരാൾ കസ്റ്റഡിയിലാണ്. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പോലീസിനും എക്സൈസിനും പരാതി നൽകിയതിലുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. പിണവൂർക്കുടിയിലെ ക്ലബിന്റെ വിഷു ആഘോഷത്തിൽ പങ്കെടുത്ത ബുധനാഴ്ച രാത്രി 9-ന് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് സംഭവം. 9-ാം വാർഡ് അംഗം ബിന്ദു രാജേന്ദ്രൻ, മകൻ വിമൽ, ബന്ധു സതീശൻ, സതീശന്റെ ഭാര്യ ഉഷ, കൈപ്പംപ്ലാക്കൽ അനിൽകുമാർ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റവരെ കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആഘോഷ പരിപാടി നടന്ന പിണവൂർക്കുടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്തുവെച്ചാണ് സംഭവം. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പരാതി നൽകിയതിനെ ചോദ്യം ചെയ്താണ് ആക്രമണം നടത്തിയതെന്ന് ബിന്ദു രാജേന്ദ്രൻ പറഞ്ഞു. പിണവൂർക്കുടി കബനി ക്ലബിന്റെ വിഷു ആഘോഷ പരിപാടിക്ക് വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ 4 മണിക്കായിരുന്നു പ്രോഗ്രാം ആരംഭിക്കുന്നത്. പക്ഷെ 6:30 ആയിട്ടാണ് പ്രോഗ്രാം തുടങ്ങിയത്. 8 മണിയായപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. ആ സമയത്ത് ഞങ്ങൾ സ്റ്റേജിൽ കയറിയിരുന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് 10 മണിയായപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി. അവിടുത്തെ പരിപാടി 3/4 ഭാഗം തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞാനും മോനും അനിലും അനിയൻ്റെ ഭാര്യയും അനിയനും കൂടി ഞങ്ങൾ ഇറങ്ങി വന്നു. അപ്പോൾ കുറിച്ചിയിൽ മധു എന്ന് പറയുന്ന ആള് എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ട്, തെറിയാണ് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട്, നീ ഇവിടെ മദ്യം നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുമോ, നീ വാർഡ് മെമ്പർ എന്ന നിലയിൽ നിന്നെ അവിടെ ഭരിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു. നീയാണോ എക്സൈസിനും പോലീസിനും പരാതി കൊടുത്തത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ല. ഇവിടെ മുക്ക്, ആനന്ദംകുടി, വെളിയത്തുപറമ്പ് എന്നീ ഭാഗങ്ങളിലെ എല്ലാ സ്ത്രീകളും ദിവസവും കാണുമ്പം പറയാറുണ്ട്, മെമ്പറെ ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ എന്നും ഭർത്താക്കന്മാർ ഈ മദ്യം കഴിച്ചിട്ട് വീട്ടിൽ വഴക്കാണ്. എൻ്റെ കൂടെ വർക്കിന് വന്ന എൻ്റെ അനിലിൻ്റെ മുഖം കണ്ടോ സാറൊക്കെ കണ്ടോ, ഇടിച്ചാണ് അത്രയും മാരകമായിട്ട്. എൻ്റെ മോൻ്റെ കണ്ണ് നെറ്റിക്ക് 3-4 മുറിവുണ്ട്, ചതവുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും അനിയത്തിയോടായിരുന്നു, അവരെയും പൂരം ഇടിച്ചു. ഇതുണ്ടോ എൻ്റെ കഴുത്തിൻ്റെ നീര് കണ്ടോ, ഇതെല്ലാം അവരെന്നെ ഇടിച്ച് തലയ്ക്ക് കയറി ചവിട്ടി. വിമലിനെയും അനിലിനെയും ക്രൂരമായാണ് മർദ്ദിച്ചത്. തന്നെ കയ്യേറ്റം ചെയ്യുകയും സാരി വലിച്ചു കീറുകയും ചെയ്തെന്ന് ബിന്ദു പറഞ്ഞു. അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ പ്രദേശത്തെ സ്ത്രീകൾ പോലീസിലും എക്സൈസിലും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.